ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നും ഫിഷിങ്ങിനായിട്ട് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇതേ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പാമ്പിനെ കണ്ട കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. ആ അറ്റത്തെ സ്പോട്ടിൽ മറയണത് ഫുള്ള് മറ്റേ കടുവാ. ആ ഇന്നലെ ഒരുത്തന്നെ ഞാൻ പൊക്കി, അവൻ ദേ ഇത്ര അടുത്തെത്തിയിട്ട് ഒറ്റ പോക്കാ പോയി. നമ്മൾ വരണതിൻ്റെ ഇടയ്ക്ക് തന്നെ 2 പാമ്പ് പുല്ലിന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തേക്ക് പോയിട്ടാ. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം. ഫിഷിങ്ങിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊമ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു, ചുറ്റി കാണാനില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, നമ്മുടെ കിടലും സ്പോട്ടുകളുള്ള സ്ഥലത്തേക്ക് തന്നെ പോവാം. കുറച്ച് അങ്ങോട്ട് നടന്നാലുണ്ട് നമ്മുടെ സ്പോട്ട് എത്തിയിട്ടാ. ഹെവി സ്പോട്ടാണ്, കിടലൻ സ്പോട്ടാണ്. ഇവിടുത്തെ ഓരോ കാസ്റ്റിംഗ് നമ്മൾ എപ്പോൾ അടിപൊട്ടിന്ന് ചോദിച്ചാൽ മതി, അമ്മാതിരി ആക്ടിവിറ്റി ഉള്ള സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് ഫുള്ള് വെള്ളമായിരുന്നു ഇവിടെ. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കരയിലേക്ക് ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചാടിപ്പോകാൻ ചാൻസ് കൊടുക്കുക. ഇപ്പോൾ അവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവനെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ അതേ സഞ്ചി നമ്മളിവിടെ ഇട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിലാണ് കാസ്റ്റ് ചെയ്യാൻ പോണത്. ഉണ്ടോ ഈ ഒരു സ്പോട്ട്? അന്യായ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, നമ്മുടെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് കാസ്റ്റിംഗ് കേട്ടോ. അവിടെ വീണ്ടും നമ്മുടെ ഫ്രോഗ്. ഇപ്പോൾ 4-5 കാസ്റ്റിംഗ് ആയി, ഇവിടെ ഒന്നും അടിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടില്ല, കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്രോഗേ കൂടുതലും വള്ളിയുമ്പോൾ ചുറ്റി പിടിക്കുന്നുണ്ടാ. ഈ റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞ ഫ്രോഗ് ഇത് തിരിഞ്ഞിട്ട് എപ്പോഴും ഈ മറ്റേ പുല്ലുമ്മ കുടുങ്ങണ ഒരു സംഭവം. അതായത് ഫ്രോഗ് മറഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ വരും ഇടയ്ക്ക്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കുടുങ്ങും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. താമരയുടെ ഇല അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതുവരെ ഒരു സ്ട്രൈക്ക് പോലും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കണ്ട, ഒരു ഫുള്ള് താമരയുടെ ഇല അടിയിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പീക്ക് മോൻ അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. വരാലിനെ പിടിച്ച് കയറ്റാൻ മാത്രം ആശാന് ഒരു മടിയുള്ളൂ. അതിപ്പോൾ ഈ 2 ദിവസമായിട്ട് മടിയുള്ളൂ കേട്ടോ. അതിന് മുന്നത്തെ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുത്തതാണ്. നല്ലപോലെ വരാൽ നമ്മൾ പിടിച്ച് കയറ്റി. ഇപ്പോൾ അവനൊരു മടി, അടിക്കണില്ല കേട്ടാ. ഒരെണ്ണത്തിൻ്റെ ആക്ടിവിറ്റി പോലും കാണുന്നില്ല. എപ്പോൾ അടി കിട്ടും എന്നുള്ളവരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിഞ്ഞിട്ടാണ് വരണ ഇടയ്ക്ക്. അതാണ് ഇത് കുടുങ്ങാനുള്ള കാരണം. ഇത് എന്തുകൊണ്ടാണ് തിരിയണേന്നൊരു ഐഡിയ കിട്ടുന്നില്ല ചേട്ടാ. കിളിക്കൊന്നും എറിഞ്ഞു നോക്കാനായിട്ടോ. കുറച്ച് നേരമായി അവിടേക്ക് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് കാശ് ചെയ്ത് നോക്കാം. സ്ട്രൈക്ക് ഇങ്ങോട്ട് പോര് വേണമെങ്കിൽ.
അതന്നെ. ആ കാണാണ് താമരച്ചാലിട്ടാ. നമ്മൾ താമരശാല എത്താറായിട്ടാ. താമരശാല എത്താറായി. ഫുള്ള് ആമ്പലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ആമ്പൽ കുറേ നിൽക്കുന്നത്. ഇവിടെ തുറസായ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇവിടെ കാശി തൂക്കാട്ടെ.
ബേബി സൈസ് നോക്കാൻ പറ്റിയിട്ടില്ല, ചെറുതാന്നുകൊണ്ട്. ഫ്രോഗ് ഒരു തുമ്പത്ത കയറിയിട്ടുള്ളോ, ഭാഗ്യമുണ്ട് കിട്ടിയത്. ചണ്ടിയിൽ കുടുങ്ങി, ഞാൻ അങ്ങോട്ട് പോയി എടുത്തു. ഞാൻ വലിക്കാൻ നിന്നില്ല, ഞാൻ അങ്ങോട്ട് പോയി ചണ്ടിയുടെ അടുത്തേക്ക്. എന്നിട്ട് പതുക്കെ പതുക്കെ എന്നെക്കാണ്ട് പതുക്കെ സഞ്ചരിക്കാൻ അങ്ങോട്ട് ഇട്ടു. അപ്പം സെറ്റായി. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നീ പിടിച്ചതിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല, എന്നാലും തരക്കേടില്ല. ഓ അതിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചേ, രണ്ട് താമരച്ചാല അതിൻ്റെ ഇടയിൽ നിന്ന് അടിച്ച്. നമ്മൾ പിടിച്ച പോലെ എല്ലാം കണ്ട ഇതവനാണ് കേട്ടോ അടിച്ചത്. ഫ്രോഗ് ഊരിയിട്ടില്ല. ഫ്രോഗ് ഒരു ലിപ്പിൻ്റെ ഒരു തുമ്പത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ചെറിയ കടുക് പണി വ്യത്യാസത്തിലാവൻ മിസ്സായേനെ. നമ്മൾ പക്ഷേ കണ്ണിങ് ആയിട്ട് അതിനെ സഞ്ചിയിൽ കയറ്റിണ്ട്. ഫ്രോഗ് കണ്ട, ഫ്രോഗ് നമുക്ക് തുമ്പത്തിൽ ഇപ്പം ഒരു ഹുക്കുള്ളതെന്ന്. ഭാഗ്യണ്ട്.